ഇന്ന് 1/3/2026. സമയം ഇപ്പോൾ രാവിലെ 6 മണിയായിട്ടാ. ഞാൻ നിൽക്കുന്നത് പള്ളിത്തുറയിലാണ് കേട്ടാ. പള്ളിത്തുറയിൽ ഭീമാളിയിലെ നവാസക്കായും ടീം വന്നേ വല വിട്ടിട്ടുണ്ടേ. ആ പടച്ചനുഗ്രഹിച്ച് എന്ത് മീനുണ്ടെന്ന് നോക്കാം. അവർ രാവിലെ 3 മണിക്ക് വന്നതാണ്. 3 മണിക്ക് വന്ന് വല വിട്ട് കുറച്ചെന്തോ മീനുണ്ടെന്ന് തോന്നുന്നു. വല തുറക്കുന്നു, അടുത്ത വള്ളത്തിലടുത്ത വലയെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2 മാസം മോശം മാസമായിരുന്നു, മീനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ മാസം തുടക്കമാണ്, ഇന്ന് 1-ാം തീയതി ആയില്ലേ. അപ്പോൾ പടച്ചനുഗ്രഹിച്ച് മീനെ കിട്ടി തുടങ്ങിയാൽ എല്ലാവരുടെ കാര്യങ്ങളും സന്തോഷപൂർവ്വം പോകും. പടച്ചനുഗ്രഹിച്ച് മീനും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. ഒരുപാട് വല വിട്ട് കേട്ടാ, ഒരുപാട് വല വിട്ടത് കയറി. 3 മണി വല വിട്ടുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വല ഉറക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ടെന്ന് നോക്കാം. കുറച്ചെന്തോ മീൻ കിടപ്പുണ്ട്. പിന്നെ അടുത്ത വല കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, അടുത്ത വല വിടാൻ വേണ്ടിയിട്ട് വല കയറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പടച്ചനുഗ്രഹിച്ച് ഇനി പോലെ മീൻ കിട്ടി തുടങ്ങട്ടെ. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഈ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. இதுக்காக தூக்கி அவன் அந்த காடு கடையில் எடுத்து மறைச்சிட்டு இருக்கு. ரொம்ப ஆளே அது ചെറുതാണെങ്കിൽ മുണ്ടി കെട്ടിയാച്ചെങ്കിൽ ഇത്രയാൾ പോരാ. மீனுக்கு பிறக்குது.
ഒരു അരക്കുട്ടയ്ക്കകത്ത് ചീലാവും, കുറച്ച് കണവ വരും. 1 കിലോയ്ക്കകത്ത് കണവയും വരും, പിന്നെ വലിയൊരു ഊളി വരും കേട്ടോ. വലിയ ചീലാവുണ്ടല്ലോ, അതും വരും നെടുവ. അപ്പോൾ ഇതാണ് വലയിൽ കിടന്നത് കേട്ടാ. അപ്പോൾ അതിന് കച്ചവടക്കാർ പറഞ്ഞാൽ കൊടുക്കും. അടുത്ത വല ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നു. പടച്ചനുഗ്രഹിച്ച് മീൻ കണ്ട അടുത്ത വിട്ട് വലം കിട്ടട്ട് നോക്കാൻ പറ്റും. രാവിലെ വല കയറിയല്ലേ ഉണ്ടായിരുന്ന മീനുണ്ടല്ലേ, ഞാൻ തന്നെ കച്ചവടത്തിനെടുത്തോണ്ട് പോയതേ. ആ നെടുവയ്ക്ക് 1000 രൂപ കിട്ടി. പിന്നെ കണവ 500, പിന്നെ ബാക്കിയുള്ള 1200 രൂപയ്ക്ക് ശീല ഉണ്ടായിരുന്നു, ചെറുതും വലുതുമായിട്ടൊക്കെ. ആ 2700 മീനുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് കച്ചവടം ചെയ്ത്. അപ്പോൾ ഇനിയിപ്പം അടുത്ത വല അവർ വിട്ടിട്ടുണ്ട് കേട്ടോ. വെട്ടാടാണ് അവർ വന്ന് വല വിട്ടേക്കുന്നത്. അപ്പം നമ്മൾ നോക്കാം. രണ്ടാമത്തെ വല വിട്ടേക്കണ വെട്ടാടാണ് കേട്ടോ. തുമ്പേന്ന് ഓടി ഇങ്ങ് വന്നു. വെട്ടാടുകൊണ്ടാണ് വല വിട്ടേക്കണത്. അപ്പം പടച്ചോല ഗ്രഹിച്ച് മീൻ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. വലിച്ചുകൊണ്ടിരിക്കുന്നു. ഓ
നവാസാക്കായേ വല വിട്ടതിൽ 2500 രൂപയ്ക്കുള്ള മീനുണ്ടായിരുന്നു തുമ്പിൽ വല വിട്ടതേ. അത് കഴിഞ്ഞിട്ട് അവർ വെട്ടുകാട് കൊണ്ട് വല വിട്ടു കേട്ടോ. വെട്ടുകാട് വല വിട്ടതിൽ 1500 രൂപയ്ക്ക് അകത്തുള്ള മീനുണ്ട്. അത്രേ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ ദിവസം ആകെ 4000 രൂപയുടെ അകത്തുള്ള മീനാണ് അവർക്കുള്ളത്. 10-25 പേര് കിടന്ന് കഷ്ടപ്പെട്ടിട്ട്. ഇത് കാഴ്ചക്കാർ പറയണത് എന്താണെന്ന് അറിയാമോ? കുറേ കച്ചവടക്കാരുണ്ട് കേട്ടോ. ഈ കച്ചവടക്കാർ വന്ന് എരിയേറ്റി കൊടുക്കും. ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് മീൻ വിടാത്തതെന്ന്. അങ്ങനെ ഇവരുടെ അടുത്തൊക്കെ ചുമ്മാ കിടന്ന് എരിയേറ്റൊക്കെ വീണു. സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല കാര്യം. പടച്ചവൻ കൊടുക്കുന്നതല്ലേ. ഒരു സ്ഥലത്ത് മീനില്ല, മീൻ കിട്ടി തുടങ്ങും. ഈ നവാസുക്കാകൻ ടീമിന് തന്നെ വല നിറയെ മീൻ കിട്ടും. അത് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ഈ പറയണവരങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും വീഡിയോ ഇടണമാണ് കിട്ടണമെന്നും. പക്ഷേ നവാസുക്കായൻ ടീം ആരെങ്കിലും ഒരാളെൻ്റെ പറഞ്ഞാൽ മതി, വീഡിയോ എടുക്കലെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വെച്ച് മതിയാകും. ഞാൻ വീഡിയോ എടുക്കത്തില്ല, അവരെ വീഡിയോ എടുക്കത്തില്ല. പക്ഷേ ഈ കണ്ടിരിക്കണവർക്ക് ഈ അസൂയ മുഖത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞതെന്നും പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാതിരിക്കത്തില്ല. പറഞ്ഞ് ചലിക്കണവരും പറയണവരൊക്കെ ചലച്ചുകൊണ്ടിരിക്കും. അത് ഞാൻ ഒരു ഗൗരവത്തിലും എടുക്കത്തില്ല. എന്നുള്ളതാണ് കേട്ടോ. എന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ നിന്നാലും പല പല കുത്തുവാക്കുകൾ പറച്ചിലാണ്. നമ്മളതൊന്നും ഗൗരവത്തിൽ എടുക്കത്തില്ല. ഇത് നവാസാക്കടെ വലയിൽ കിടന്ന മീനെല്ലാം എടുത്ത് ഞാൻ തന്നെ കേട്ടോ. കുറച്ച് മീനാണ് ഉണ്ടായിരുന്നില്ല, അത് എടുത്ത് ഞാൻ തന്നെ. ഇപ്പോൾ കച്ചവടം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ.